أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെയും സഹോദരിമാരെയും, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തുകയും റമളാനിന്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിന് അനിഷ്ടകരമായതിനെ ജീവിതത്തിൽ നിന്ന് നിഷ്കാശനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ സത്യവിശ്വാസികളുടെ പട്ടികയിൽ അടയാളപ്പെടുത്തുന്ന സ്വർഗാവകാശികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ച പോലെ എത്ര പെട്ടെന്നാണ് ഈ ദിനരാത്രങ്ങൾ കടന്നുപോയത് എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി കാര്യങ്ങൾ. അവസാനത്തെ 10 നമ്മളുള്ളത്. അടുത്ത ആഴ്ച ഒരുപക്ഷെ ഈ ദിവസമാകുമ്പോഴേക്ക് അല്ലാഹു ആലം റമളാൻ നമ്മെ വിട്ടുപിരിഞ്ഞ് പോകും. യഥാർത്ഥത്തിൽ റമളാൻ അല്ല നമ്മളെ വേർപിരിയുന്നത്, നമ്മൾ റമളാനിൽ നിന്ന് വേർപിരിയുകയാണ്. റമളാൻ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. പക്ഷെ റമളാനിലോട് നമ്മൾ വിട പറയുന്നുണ്ടോ? അടുത്ത റമളാനിലേക്ക് നമ്മൾ ഉണ്ടോ? അതോ നമുക്ക് തീരുമാനിച്ച റമളാനുകളുടെ എണ്ണം പൂർത്തിയായോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് വിലയിരുത്തലുകൾക്ക്, തിരിഞ്ഞു നോക്കലുകൾക്ക്, സ്വയം വിചാരണക്ക് സമയമുണ്ട്, ദിവസങ്ങൾ ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു കാര്യത്തിന്റെ അന്ത്യം ഖവാത്തിമ് നന്നാവുക, ഇന്നമൽ അഅമാലു ബിൽ ഖവാത്തിം, അന്ത്യം എങ്ങനെ എന്നതുകൂടി അമലുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ റമദാനിൽ വളരെ സജീവമായിരുന്നു, ഞാൻ നന്നായിട്ട് ഉഷാറായി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ അത്ര തന്നെ ആവേശമില്ല എന്നതാവരുത് കാര്യങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറു, പടച്ചവനെ എന്റെ വയസ്സിന്റെ അവസാനത്തെ നീ ഏറ്റവും നന്നാക്കണം. വഖൈറ അമലി ഖവാത്തിമു, എന്റെ അമലുകളിൽ ഏറ്റവും നല്ല അമലുകൾ എന്റെ അവസാന ഘട്ടത്തിൽ ഞാൻ ചെയ്യുന്നതായിരിക്കണം. വഖൈറ അയ്യാമി യൗമ അൽഖാക, എന്റെ നാളുകളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നാള് നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. റമളാന് നമ്മൾ ആര് പിടിച്ചു നിർത്തിയാലും നിൽക്കൂല, അതതിന്റെ സമയമാകുമ്പോൾ പോകും. റമളാനു യംദി വദ്ദുമൂഉ ഖസീനത്തു, റമളാന് കടന്നു പോവുകയാണ്. കണ്ണുനീരുകൾ, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഉറ്റി വീഴുന്നു. വൽ ഖൽബു യസ്അലു ഹൽ നഊദു ലിൽഖാ, നിങ്ങളെ റമളാൻ താങ്കളെ വീണ്ടും കണ്ടുമുട്ടാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമോ എന്ന് ഓരോ ആത്മാവും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മാലൈത ശഹരി ഹൽ നഊദു ലിൽഖാ, നമ്മളെ റമളാനിനെ കണ്ടുമുട്ടാൻ ഇനിയും ഭാഗ്യം ഉണ്ടാകുമോ? ബഖത്തിൽ ഖുലൂബ് ലിഫിറാഖിക, നിന്റെ വേർപാടിൽ എന്റെ ഹൃദയം കരയുകയാണ്. യാ ശഹറന, അല്ലയോ പ്രിയപ്പെട്ട മാസമേ. ഫഅൻത ലിർറൂഹി നൂറൻ കുൻത റാഹത്തൻ, നീ എന്റെ ആത്മാവിനെ സംബന്ധിച്ചോളം പ്രകാശമായിരുന്നു, എന്നെ സംബന്ധിച്ചോളം വല്ലാത്ത ഒരാശ്വാസം കിട്ടിയ മാസമായിരുന്നു എന്ന് റമദാനിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു മഹാരഥന്മാരായ ഇസ്ലാമിക കവികൾ. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്തണം.
പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്ർ, അവസാനത്തെ 10 ദിവസം വന്നാൽ, 10ലേക്ക് കടന്നാൽ, ശദ്ദ മിസ്റു, തന്റെ അര മുറുക്കി കൊടുക്കുമായിരുന്നു. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ഒന്ന് ഒരുങ്ങ എന്നതിന് പറയാം. വഅഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു. ഐഖള അഹ്ലുഹു, തന്റെ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവൻ വിളിച്ചുണർത്തി ഇബാദത്തിന് പ്രോത്സാഹിപ്പിക്കാറുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ വേറൊരിക്കൽ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി, അവസാനത്തെ 10 റസൂൽ വല്ലാതെ പരിശ്രമിക്കുമായിരുന്നു. അതിന്റെ മുമ്പത്തെ നാളുകളെക്കാൾ കൂടുതൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പരിശ്രമിച്ചിരുന്നത് റമദാനിന്റെ അവസാനത്തെ 10ലാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. കാന ഉമർ ഇബ്നു ഖത്താബ് യുസല്ലി മിനൽ ലൈലി മാ ഷാ അല്ലാഹ്, എത്രയാണോ നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കഴിയുന്നത് അത്രയും നമസ്കരിക്കുന്ന ആളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹത്താ ഇദാ കാന മിൻ ആഖിറിൽ ലൈൽ, ഈ അവസാന 10ന്റെ രാത്രികൾ വന്നാൽ, ഐഖള അഹ്ലുഹു ലിസ്സലാത്ത്, തന്റെ വീട്ടുകാരെ മുഴുവൻ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തും. യഖൂലു ലഹും, അവരോട് അദ്ദേഹം പറയുമായിരുന്നു, അസ്സലാത്തു വസ്സലാത്ത്, നമസ്കാരം നമസ്കാരം എന്ന് പറയുകയും, സുമ്മ യത്ലു അലൈഹി ആയാതി, അള്ളാന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുക്കും. ഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ, നമസ്കാരം കൊണ്ട് നീ അവരോട് കൽപ്പിക്കുക, ആ വിഷയത്തിൽ ക്ഷമയോടെ കൈകാര്യം ചെയ്യണമെന്ന് ആ ആയത്ത് അദ്ദേഹം ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, റമളാൻ എന്നത് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മാസമാണ്. അള്ളാഹു തന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മാസം. യൻസിലുല്ലാഹു കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, എല്ലാ രാത്രികളിലും അള്ളാഹു ഏറ്റവും സമീപസ്ഥമായ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് വരും. ഹീന യബ്ഖി സുൽസുൽ ലൈലിൽ ആഖിർ, അവസാനത്തെ യാമം, മൂന്നാമത്തെ യാമം വരുമ്പോ രാത്രിയുടെ ഏറ്റവും അവസാനത്തിൽ അള്ളാഹു ഇറങ്ങി വരും. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു പറയും, മൻ യദ്ഊനി ഫഅസ്തജീബു ലഹു, ആരാണോ ഈ സമയം എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അവർക്ക് ഉത്തരം നൽകും. മൻ യസ്അൽനി ഫഅതി, ആരാണോ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിർ ലഹു, ആരാണോ എന്നോട് പൊറുക്കാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി ഈ രാത്രിയുടെ അന്ത്യയാമത്തിൽ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ ആരാണോ, ഫഅഗ്ഫിർ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കുമെന്ന് ഖുദ്സിയായ ഹദീസില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മിഴികൾ നനക്കണം, കണ്ണുകൾ കൊണ്ട് കരയാൻ കഴിയണം, ചുണ്ടുകൾ കൊണ്ട് വിതുമ്പാൻ കഴിയണം. നരകത്തിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള അവസാനത്തെ അവസരാണിത്. ഇന്നല്ലദീന കഫറൂ ബിആയാതിന, നമ്മൾ നരകത്തെക്കുറിച്ച് നേരാവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നേരാവണ്ണം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇவ்விധം ജീവിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഇന്നല്ലദീന കഫറൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകളുണ്ടല്ലോ, സൗഫ നുസ്ലീഹിം നാറ, അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. കുല്ലമാ നുളിജത് ജുലൂദുഹും, അവരുടെ തൊലിയൊക്കെ വെന്തുരുകി, ഈ നരകത്തിലെ തീ കൊണ്ട് അവരുടെ തൊലിയൊക്കെ വെന്തുരുകുമ്പോ, ബദ്ദൽനാ ലഹും ജുലൂദൻ ഗൈറഹ, വേറെ പകരം തൊലി നാം അവർക്ക് നൽകും. ലിയദൂഖുൽ അദാബ, ശിക്ഷയെ അനുഭവിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹു കാന അസീസൻ ഹകീമ, അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് സൂറത്തുൻ നിസാഇല് പടച്ചതമ്പുരാൻ നരകത്തെ കുറിച്ച് ഇവിടെ മാത്രല്ല എത്ര ആയത്തുകളിലാണ് അള്ളാഹു നരകത്തെ കുറിച്ച് പറഞ്ഞത്. ആ നരകത്തിൽ നിന്ന് ഓടിയൊളിക്കുന്ന ഇത്തഖും മിനന്നാർ, തന്റെ അടിമകളെ കോരിയെടുത്ത് സ്വർഗത്തിലേക്ക് വെക്കാൻ, അവരെ വാരിപ്പുണർന്ന് സ്വർഗത്തിലേക്ക് വെക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊതിച്ചു നിൽക്കുന്ന, ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം. യാ ഇബാദിയല്ലദീന അസ്റഫു, ഈ അതിക്രമം കാണിച്ച മനുഷ്യരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാവണ്ട, നിങ്ങളൊന്ന് അള്ളാഹുവിലേക്ക് വരിക, പടച്ചതമ്പുരാനിലേക്ക് വരിക, അവനെ തയ്യാറാണ് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് മലായികത്തുകൾ രാവും പകലും നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിനരാത്രങ്ങളിൽ പിന്നെയും സ്വർഗത്തിന്റെ കവാടത്തില്, പിന്നെയും നരകത്തിന്റെ കവാടത്തില് നിലയുറപ്പിക്കുന്നവരാവരുത് നമ്മള്. പകരം സ്വർഗത്തിലേക്ക് ഒരു കാരക്കയുടെ ചുളയുടെ ചീന്തുകൊണ്ടെങ്കിലും നരകത്തെ തടുക്കണം, എന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നോക്കണം. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്കും റഹ്മത്തിലേക്കും നിങ്ങൾ പോണമെന്നല്ല പറയുന്നത്. വസാരിയു,
എത്ര വേഗത്തിൽ പോകാൻ കഴിയുമോ ആ വേഗതയിൽ സഞ്ചരിക്കണം. അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമിയോളം വിശാലമാണ് സ്വർഗം. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, സത്യവിശ്വാസികൾക്ക് വേണ്ടി അത് ഒരുക്കി വെച്ചിരിക്കുന്നു, മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റമളാൻ കഴിഞ്ഞു, പക്ഷേ പാപം പൊറുത്തില്ല. റമളാന് കഴിഞ്ഞു, മഗ്ഫിറത്ത് കിട്ടിയില്ല, ഇത്ഖും മിന്നാർ കിട്ടിയില്ല. ഈ പട്ടികയിൽ ആകരുത് സഹോദരന്മാരെ നമ്മുടെ പേര്. മറിച്ച് വേറെ ഒരു പട്ടികയുണ്ട്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, റയ്യാൻ എന്ന് പറയുന്ന ഒരു കവാടം. ആ കവാടത്തിലൂടെ നോമ്പുകാരല്ലാത്ത ഒരാളും കടക്കുകയില്ല. ലാ യദ്ഖുലുഹു അഹദുൻ ഗൈറുഹും, വേറെ ഒരു ടീമും ഒരാൾക്കും കടക്കാൻ അനുവാദമില്ലാത്ത റയ്യാനിന്റെ മുമ്പിൽ എത്തുന്നത് വരെ ഈ ഓട്ടം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി റമളാൻ സജ്ജീകരിച്ചു വെച്ചവനാണ് പടച്ച തമ്പുരാൻ എന്ന് മനസ്സിലാക്കും. അവസാനത്തെ 10 ഒരുപാട് നിധി കൂടി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വലിയ നിധികൾ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അവസാനത്തെ 10. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. പ്രവാചകൻ പറഞ്ഞു, 1000 മാസങ്ങളെക്കാൾ വിശുദ്ധമായ ഒരു രാത്രിയുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ആ രാത്രി ആർക്കെങ്കിലും നഷ്ടപ്പെട്ടോ അവൻ ജീവിതത്തിൽ തന്നെ വലിയ നഷ്ടം സംഭവിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാത്രിയെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ സമൂഹത്തിന്റെ അനുഗ്രഹത്തിന്റെ, പാപമോചനത്തിന്റെ, ഇത്ഖും മിനന്നാറിന്റെ, മഗ്ഫിറത്തിന്റെ മഹാ അത്ഭുതങ്ങൾ കൊണ്ട് നിറച്ചു വെച്ച ഒരു രാത്രി അല്ലാഹു സമ്മാനിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സമ്മാനമാണത്. നേരത്തെ ഓതി വെച്ച സൂറത്തുൽ ഖദർ ആ ഒരൊറ്റ സംഗതി പറഞ്ഞുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് നാം ആ പരിശുദ്ധ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് പ്രവാചകരെ താങ്കൾക്കറിയുമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പവിത്രമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. തനസ്സലുൽ മലായികത്തു വറൂഹ്, മലായികത്തുകളും ആ മലായികത്തുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങും. ഫീഹാ, രാത്രിയിൽ ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അനുവാദത്തോടു കൂടി, മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളുമായിട്ട് ആ രാത്രിയിൽ ഇറങ്ങും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ രാത്രിയുടെ അന്ത്യത്തിൽ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ സകല സലാമും സകല രക്ഷയും സകല ഭാഗ്യങ്ങളും മനുഷ്യ സമൂഹത്തിനുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഖുർആനിന്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദർ അള്ളാഹു വെച്ച മാസമാണ്. ഈ ദിവസങ്ങളാണ് അവസാനത്തെ 10 ദിവസം എന്ന് പറയുന്നു. ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ഖുർആൻ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് എന്ന് പ്രാമാണികമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആ ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് 23 കൊല്ലക്കാലം കൊണ്ട് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് സന്ദർഭത്തിന്റെയും സമയത്തിന്റെയും തേട്ടമനുസരിച്ച് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം പരിശുദ്ധ ഖുർആനിനെ പ്രത്യേക ഭാഗങ്ങളാക്കി ആയത്തുകളും ജുസുകളുമാക്കി അള്ളാഹിന്റെ റസൂലിനെ അവതരിപ്പിച്ചു കൊടുത്തത്. ഈ ലൈലത്തുൽ ഖദ്ർ എന്ന ഏതെങ്കിലും ഒരു ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നു, ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ എന്താണ് എന്ന് ഞങ്ങളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹിന്റെ റസൂൽ പുറപ്പെട്ടു. ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ. വഴിയില് 2 മുസ്ലിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നത് റസൂൽ കാണാനിടയായി. ഫഖാല, പ്രവാചകൻ പറഞ്ഞു, ഖറജതു ലിയുഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ. ഞാൻ നിങ്ങളെ ലൈലത്തുൽ ഖദ്ർ അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഫതലാഹാ ഫുലാനും വ ഫുലാൻ. ഇന്ന ആളും ഇന്ന ആളും പരസ്പരം വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടു. ഫറുഫിഅത്, എന്നിൽ നിന്നത് ഉയർത്തപ്പെട്ടു, മറപ്പിക്കപ്പെട്ടു. വഅസാ യകൂന ഖൈറലക്കും, ആ ദിവസം ഏതാണ് എന്ന് എന്നിൽ നിന്ന് മറപ്പിക്കപ്പെട്ടു. അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറിന് വേണ്ടിയാകാം. അതുകൊണ്ട് ഫൽതബിസുഹാ ഫി താസിയത്തി വസാബിയത്തി വൽ ഖാമിസ, 9ലും 7ലും 5ലും നിങ്ങൾ അതിനെ അന്വേഷിക്കുക, ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം 27 രാവിലാണ് എന്ന് തിട്ടപ്പെടുത്താൻ ചില ഹദീസുകൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വ്യക്തമായി ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒറ്റയിട്ട രാവുകളിൽ അതിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അവസാനത്തെ 10ൽ നിങ്ങൾ അതിനെ അന്വേഷിക്കുക.
കാരണം അത് ഖുർആൻ അവതീർണമായ രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഏറ്റവും അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം മുന്നറിയിപ്പ് നൽകുന്നവനായിരുന്നു. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം, എല്ലാ കാര്യങ്ങളെയും വേർതിരിച്ച് വിശദീകരിച്ച് യുക്തിഭദ്രമായി വിശദീകരിക്കുന്ന രാത്രിയാണത്. അംറം മിൻ ഇൻദിനാ, നമ്മിൽ നിന്നുള്ള കൽപ്പന പ്രകാരം. ഇന്നാ കുന്നാ മുർസലീൻ, നാം അതിനെ ഇറക്കുന്നവനായിരുന്നു. റഹ്മത്തൻ മിർ റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹമായി. ഇന്നഹു വസ്സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷവും 4 മാസവും. നാലേജോ മാബൈന സിത്തീന വസബഈന, ആദം ഉമ്മത്ത് മുസ്ലിമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ആയുസ് പറഞ്ഞത് മാബൈന സിത്തീന വസബഈന, 60ന്റെയും 70ന്റെയും ഇടയിലാണ്. അവിടുന്ന് പോയി 83 വർഷവും 4 മാസവുമുള്ള ആ കാലഘട്ടത്തിലൊക്കെ അമല് ചെയ്തതിന്റെ പ്രതിഫലം ഒരൊറ്റ രാത്രി എന്തിനായിരിക്കും വെച്ചിട്ടുള്ളത്? എന്റെ യുക്തികൾ പരിശോധിച്ചിട്ടുണ്ടോ? ഒറ്റ യുക്തിയേ ഉള്ളൂ. അള്ളാഹു ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനും നരകത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ മഹാ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറെങ്കിലും ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ പോകണം. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ടായിരുന്നു, യാമൻ ലാഅ ഉംറുഹു ഫീ ലാ ഷൈഇൻ, ഒരു സംഗതിയില്ലാതെ ആയുസ് ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ മനുഷ്യ, ഇസ്തദ്രികമാ ഫാതക ഫീ ലൈലത്തുൽ ഖദർ, നീ നഷ്ടപ്പെടുത്തിയതിനെ മുഴുവൻ ലൈലത്തുൽ ഖദറിൽ നീ വീണ്ടെടുക്കും. ഫഇന്നമാ തുഹ്സബു ബിൽ ഉംർ, കാരണം അത് നിന്റെ ആയുസ്സിന് സമാണ്, നിന്റെ ഒരു ആയുസ്സിന് സമാണത്. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദറിനെ നീ ഉപയോഗപ്പെടുത്തണം. ഇന്ന ഹാദ ശഹർ ഖദ് ഹദറക്കും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഈ മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, അതിലൊരു രാത്രിയുണ്ട് 1000 മാസങ്ങളെക്കാൾ പവിത്രമായത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ഈമാനോടും വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദറിൽ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നമസ്കാരവും ദിക്റും ദുആകളും ആരാധനകളും കൊണ്ട് മുഖരിതമാക്കിയാൽ അവന്റെ പാപങ്ങളിൽ കഴിഞ്ഞു പോയത് മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മാത്രമല്ല പ്രവാചകൻ പഠിപ്പിച്ചു, ഇതാക്കാൻ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ വന്നാൽ നസല ജിബ്രീൽ അലൈഹിസ്സലാം ഫീ കബ്കബത്തിൻ മിനൽ മലായിക, ഒരു കൂട്ടം മലക്കുകളോട് കൂടി ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരും. ഖുർആൻ തന്നെ പറഞ്ഞു ഇവിടെ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വരും. യുസല്ലൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖായിദിൻ യദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്ന് നമസ്കരിക്കുന്ന, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് സലാം പറഞ്ഞുകൊണ്ട് ആ മലായികത്തുകൾ ചുറ്റിലുമുണ്ടാകും. ഫജ്ർ സ്വാദിക്ക് വരെ അവർ കൂടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് ഏതെങ്കിലും ഒരു ദിവസം നമ്മളിങ്ങനെ പള്ളിയുടെ മൂലയിൽ ചുരുണ്ടുകൂടിയാൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. അതാണ് ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രം കിട്ടുന്നതാണ് ലൈലത്തുൽ ഖദർ. എവിടെങ്കിലൊക്കെ ഒരുമിച്ച് കൂടി ലൈലത്ത് 27 രാവിന് കുറെ ചാട്ടുകൂട്ട് പരിപാടികളേറ്റ് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം കീശയിലാക്കി പോകാൻ തീരുമാനിച്ചാൽ അങ്ങനെ കിട്ടുന്ന ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അതിന്റെ അവസാന 10 അരയും തലയും മുറുക്കി ലൈലത്തുൽ ഖദർ വേണം, എനിക്കത് നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് എന്ന് മനസ്സിലാക്കും. റമദാനിന്റെ അവസാനത്തെ 10 മറ്റൊരു പ്രത്യേകതയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. റമദാനിൽ ഏറെ സവിശേഷമായ ഒന്ന്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആ വിഷയത്തിൽ നമുക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫുൽ അശ്റൽ അവാഖിർ, അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. റമദാനിൽ അവസാനത്തെ 10 ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്നത് വരെ, വഫാത്ത് വരെ. സുമ്മ ഇൽതഖഫ അസ്വാജുഹു മിൻ ബഅദി, പിന്നെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പത്നിമാർ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരമുണ്ട്. സ്ത്രീകൾക്ക് ഇഅ്തികാഫിരിക്കാൻ പറ്റുമോ? ഉത്തരമായി. പള്ളിയിൽ പെണ്ണുങ്ങൾ കയറണോ? ഉത്തരമായി. പള്ളിയിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പോകണമെന്നല്ല ചോദിച്ചത്, 10 ദിവസം ഇഅ്തികാഫിരിക്കാൻ പറ്റുമോ എന്നാ പറഞ്ഞത്. സുമ്മ ഇൽതഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, തന്റെ കാലശേഷം മരണം വരെ ആ പത്നിമാര് ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളെ ഇഅ്തികാഫിൽ നിന്നു എന്ന് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്.
ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നേടിയെടുക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ച ഏറ്റവും നല്ല ഉപാധി ആ 10 ദിവസം ഇർത്തികാഫിരിക്കുക എന്നാണ്. വഅയ്ദനാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തുഹിറ ബൈതി ലിത്തായിഫീന വല്ലാഖിഫീന വറുക്കഇ സുജൂദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നാം കരാറ് വാങ്ങി, അദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന ഇസ്മായിലിനോടും കരാറ് വാങ്ങി, അൻ തുഹിറ ബൈതി ലിത്തായിഫീന വല്ലാഖിഫീൻ, ഈ പള്ളി, ഈ അള്ളാഹുവിന്റെ ഭവനം, അതിനെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, വൽ ആക്കിഫീൻ, അവിടെ ഭജനമിരിക്കുന്ന ഇർത്തികാഫിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി, റുകൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഈ പള്ളിയെ സൂക്ഷിക്കണം, അതിനെ വൃത്തിയാക്കി വെക്കണമെന്ന് ഇബ്രാഹിം നബിയോടും പുത്രൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും നാം കരാറ് വാങ്ങി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പൊ ഇർത്തികാഫ് അത്രമേൽ പുണ്യമായ ഒരു സംഗതിയാണ്. ആ ദിവസങ്ങളെ അള്ളാഹ് മറ്റെല്ലാ തിരക്കുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ, ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തിന്റെ 11 മാസം ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതിൽ നേരാമണ്ണം പള്ളിയിലൊന്നും ഇരിക്കാൻ പോലുള്ള സമയം നമുക്ക് കിട്ടാറില്ല. അള്ളാഹുവിന്റെ കലാമ് ഒരു 10 മിനിറ്റ് സമാധാനത്തോടു കൂടി ഓതാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഈ ഇത്തികാഫിരിക്കണം. പറ്റുന്നവരൊക്കെ അത് പള്ളിയിൽ തന്നെ പള്ളിയിൽ നിർവഹിക്കണം. പള്ളിയിലാണ് ഇത്തികാഫ്. അത് ദുർബലപ്പെടുന്ന രീതിയിൽ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ പോലും അനുവദനീയല്ല. പെരുന്നാളിന്റെ മാസം കാണുന്നത് വരെ ഇത്തികാഫ് ഇരിക്കുകയും ലൈലത്തുൽ ഖദ്ർ കിട്ടുകയും ഇത്ഖും മിനന്നാറിന്റെ ദിവസങ്ങളിലൂടെ അള്ളാഹുവിന്റെ പള്ളിയിലിരിക്കുന്ന സ്വലാത്തിന്റെ ഉടമകളായ അള്ളാഹുവിന്റെ മലായികത്തും ജിബ്രീലും വന്ന് സ്വലാം ചൊല്ലിപ്പോകുന്ന അടിയാറുകളായി മാറുക എന്നത് റമദാനിൽ ഒരു സത്യവിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കും. മൂന്നാമത്തത്, ഈ നാളുകളുടെ അവസാനം കുറിച്ചു കൊണ്ടുവരുന്ന ഒരു കർമ്മമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് നിർബന്ധമായി പറഞ്ഞ ഒരു സംഗതി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കി സകാത്തുൽ ഫിത്ർ, ഒരു കാരക്കയോ അല്ലെങ്കിൽ ഒരു സാഇ അവമോ, അന്നത്തെ ഭക്ഷണധാന്യം പറഞ്ഞു എന്ന് മാത്രം, അലൽ അബ്ദി വൽ ഹുർരി വദ്ദക്കരി വൽ ഉൻസാ വസഈർ വൽ കബീർ, എല്ലാവരും കൊടുക്കണം. വലിയവനും ചെറിയവനും, ആണും പെണ്ണും, അടിമയും സ്വതന്ത്രനും, അന്ന് പ്രസവിച്ച കുഞ്ഞിന് വരെ ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അമറ ബിഹാ അൻ തുഅദ്ദാ ഖബ്ല ഖുറൂജിൻ നാസി ഇലസ്സലാം, അത് നമസ്കാരത്തിലേക്ക്, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് അത് നൽകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും നിർബന്ധപൂർവ്വം കൽപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തർക്കും നിർബന്ധമാണ്. ആർക്കാ നിർബന്ധം? പെരുന്നാൾ ദിവസത്തിൽ എനിക്കും ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും അന്നേ ദിവസത്തിനുള്ള ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ആളുകളും നിർബന്ധമായി ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് നമസ്കാരത്തിന് മുമ്പാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്തില്ല. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്തില്ല. പിന്നെ അത് സദക്കയിലേക്ക് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതും ഇസ്ലാം പഠിപ്പിക്കുന്നത് സംഘടിതമായിട്ടാണ്. നമ്മളൊക്കെ സാധാരണ പണ്ടൊക്കെ, ഇപ്പുണ്ടോന്ന് എനിക്കറിയില്ല, ഈ ഫിത്ർ സക്കാത്ത് തന്നെയും ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസമാണ്. താഴെ വീട്ടിൽ നിന്ന് മേലെ വീട്ടിൽ കൊടുക്കും, മേലെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിൽ കൊടുക്കും. നോ ഗെയിൻ നോ ലോസ്, നഷ്ടമില്ല ലാഭമില്ല. എനിക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്ത് ഞാൻ കൊടുക്കാനുള്ളത് കൊടുത്തും ചെയ്തു. അള്ള അങ്ങനെ നോക്കിക്കുക. ഇമ്മാതിരി പണിക്കൊക്കെ കുറെ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അതല്ല ഫിത്ർ സക്കാത്ത്, അതല്ല ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ടവരാണ്. അതവരെ കൈകളിലേക്ക് എത്തിക്കണം. അത് സംഘടിതമായിട്ട് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് അത് നൽകി വരാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് ഈദ്ഗാഹിലേക്ക് വരണമെന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാനിനെ കുറിച്ച് ഈ വർഷത്തിൽ ഇനി പറയാൻ നമുക്കൊരവസരമുണ്ടോ എന്നറിയില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കാൻ ഒരിക്കൽ കൂടി ഈ ദിനരാത്രങ്ങളെ നാം കണ്ടുമുട്ടിയേ മതിയാകും. അൽ ഖുർആൻ വസ്സിയാമു ഹുജ്ജത്തുൽ ലക ഫീ യൗമിൽ ഖിയാമ. അന്ത്യദിനത്തില് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കാൻ വരും. അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കാൻ വരും. അള്ളാഹുവിന്റെ ഈ ദിവസങ്ങളെ മഹ്ശറയിൽ കണ്ടുമുട്ടുന്ന ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കണം. ആ റമദാന് നമ്മളോട് അള്ളാന്റെ മുമ്പിൽ നമ്മളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയും, ഈ മനുഷ്യൻ ഒഫലത്തിലാണ് എന്നെ സ്വീകരിച്ചതും അതേ ഒഫലത്തോടുകൂടി അതേ അശ്രദ്ധയോടുകൂടിയാണ് എന്നെ യാത്രയാക്കിയതുമെന്ന് പറയുന്ന ഒരവസ്ഥ എത്രമേൽ ഭീകരമാണ് എന്ന് മനസ്സിലാക്കും. മാന്യനായ അതിഥിയാണ് റമദാൻ.
അതേ മാന്യതയോടുകൂടി തന്നെ അസ്സലാമു അലൈക യാ ഷഹ്റ റമദാൻ എന്ന് പറഞ്ഞുകൊണ്ട് 2 തുള്ളി കണ്ണുനീരോടുകൂടി ഈ ദിവസത്തെ യാത്രയാക്കുക. പോകുമ്പോ ഒരു വിങ്ങല്, ഒരു വേദന, ഒരു പ്രയാസം മനസ്സിൽ ബാക്കിയാവണം. പടച്ചോനെ, ഒരു എത്ര 2 ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പടച്ചവനെ, ഞാൻ എന്റെ മാർഗത്തിൽ ഞാനിതാ എന്റെ ഈ റമദാനുകളെ ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. എന്നാലാവുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഇനി അത് സ്വീകരിക്കേണ്ടവൻ നീയാണ്. എന്റെ അമലുകൾ സ്വീകരിക്കാതിരിക്കുക എന്നത് എന്റെ നഷ്ടത്തിന്റെ കാരണമാണ്, എന്റെ പരലോക നഷ്ടത്തിന്റെ പ്രധാന കാരണമാണ്. അതുകൊണ്ട് റബ്ബേ, അമലുകൾ നീ സ്വീകരിക്കണം. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന അതാണ്. എന്റെ റബ്ബ്, എന്റെ അമലുകൾ നീ സ്വീകരിക്കണം. അതിനുള്ള പിഴവുകൾ നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പരിഹരിച്ച് അതിനെ നീ അംഗീകരിക്കണം റബ്ബേ. എന്റെ മീസാനിലേക്ക്, എന്റെ ഹിസാബിലേക്ക് നീ അതിനെ പകരം വെക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും കുറെ റമദാനുകൾ സ്വീകരിക്കാനുള്ള ദീർഘായുസ്, ആഫിയത്തോടു കൂടിയ ദീർഘായുസ് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.